ഹലോ ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മജ്ബൂസ് ആയാലോ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വിത്ത് സ്കിന്നോട് കൂടിയ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് ഒരു 2 ലെമൺ ജ്യൂസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൈ കൊണ്ട് കുഴച്ച് നന്നായി തിരുമ്മി ഒരു 1.5 മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കണം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഒരു 3 മീഡിയം സവാളയും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാലകളാണ് ചേർക്കേണ്ടത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം ഇതിലേക്ക് നമ്മളിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മീഡിയം ക്യാപ്സിക്കം കൂടെ ഇട്ട് 1 ടീസ്പൂണ് റോസ്മേരിയുടെ ഡ്രൈഡ് റോസ്മേരിയും കൂടെ ഇട്ട്, അത് ഓപ്ഷനിലാണ്, അതും കൂടെ ഇട്ട് ഇളക്കി 5 സാൾട്ടഡ് ചിക്കൻ ക്യൂബ്സും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചിടണം, സോൾട്ടഡ് ആയതുകൊണ്ട് ആണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇനി ഞാൻ ചേർത്തിട്ടുള്ളത് മജ്ബൂസ് മസാലയാണ്. ഒരു 3 ടീസ്പൂൺ മജ്ബൂസ് മസാലയും കൂടി ഇട്ട് അതിൻ്റെ പച്ച മണം മാറുമ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് നമ്മളിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു 3 മീഡിയം തക്കാളി. ഇത് മിക്സിയിലെ ജാറിൽ അടിച്ച് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഉപ്പും നോക്കിയിട്ട് നമ്മളൊരു 3/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. ഒരു 5 ഗ്രീൻ ചില്ലിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതും കൂടെ ഇതിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 മണിക്കൂർ വേവിച്ചെടുക്കുക. ഇപ്പം ചിക്കനൊക്കെ വെന്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വേവണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടെ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ 1 മണിക്കൂർ കുതിർത്ത ബസ്മതി റൈസാണ്, അത് ഇതിലേക്ക് 4 കപ്പ് ഇതിലേക്ക് ഇട്ട് ഒരു 1/2 കപ്പ് മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് ഒരു 15-20 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ വറ്റി വരണം. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മജ്ബൂസ് മസാലയും കുറച്ച് ഒലിവ് ഓയിലും ഒരു നാരങ്ങയുടെ നീരും ഒരു നുള്ള് 2 പിഞ്ച് കളറും ഓപ്ഷനാണ്, കളറും കൂടെ ഇട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും 2 സൈഡും ബോത്ത് സൈഡും നമ്മൾ ഇത് ചെയ്ത് ഓവനിൽ വെച്ച് 5 മിനിറ്റ് വീതം 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇപ്പം വെള്ളമൊക്കെ വറ്റി ഞാൻ അടി കട്ടിയുള്ള ഒരു പാന് ചുവട്ടിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ റൈസ് എടുത്ത് വെച്ചിരിക്കുന്നത്. റൈസൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ മുകളിലേക്ക് വെച്ച് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ചിക്കൻ മജ്ബൂസ് റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.